ഹലോ, ഇന്ന് ബ്രെഡും റവയും വെച്ച അടിപൊളി ഒരു പലഹാരം തയ്യാറാക്കിയാലോ. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനായിട്ട് ഇത് 5 ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇതാ ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ വട്ടത്തിലരിഞ്ഞ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതാ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഈ ഒരു കട്ടിയിലാണ് മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം ഓരോ സ്പൂണ് മാവും കോരി ഇതുപോലെ അടച്ചു വെച്ച് ചുട്ടെടുക്കാം. ഈ പാൻ കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ഇതാ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ കോരി മാറ്റാം. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അങ്ങനെ ഫുള്ളായിട്ടും അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഫുള്ളും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള റവയും ബ്രെഡും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, സോഫ്റ്റുമാണ്. കണ്ടില്ലേ? നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം 4 മണിക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.